കൈരളിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ചരിതാർത്ഥജനകമായ സന്ദർഭങ്ങളാണ് പുരസ്കാര വിതരണങ്ങൾ. എല്ലാ ന്യൂസ് ചാനലുകളും വാർത്ത എങ്ങനെ സെൻസേഷനാക്കണം എന്ന് കരുതിയുള്ള കാര്യങ്ങളിലേക്ക് പോയിട്ടുള്ള ഈ കാലഘട്ടത്തിൽ യഥാർത്ഥ വാർത്തകൾ എങ്ങനെ ജനങ്ങളിലേക്ക് എത്തിക്കണമെന്നാണ് കൈരളി എന്നും ശ്രമിച്ചിട്ടുള്ളത്. അതോടൊപ്പം അർഹിക്കുന്ന എല്ലാവരെയും ആദരവോടുകൂടെ അവർക്ക് വേണ്ട അംഗീകാരം നൽകണമെന്നുള്ളതും കൈരളിയുടെ ധർമ്മങ്ങളിലൊന്നാണെന്ന് ഞങ്ങൾ കരുതുന്നുണ്ട്. അങ്ങനെ കരുതിയതിൻ്റെ കൂട്ടത്തിലാണ് അവാർഡുകൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഞങ്ങൾ കൊടുക്കുന്ന അവാർഡുകളുടെ ലിസ്റ്റ് നിങ്ങളിപ്പോൾ കണ്ടു കഴിഞ്ഞു. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു അവാർഡാണ് ഇന്ന് ഇവിടെ സമ്മാനിക്കപ്പെടുന്നത്. ജ്വാല അവാർഡ്, വനിതാ സംരംഭകർക്കുള്ള അവാർഡാണത്. സ്ത്രീകൾ ഇന്ന് സമൂഹത്തിൽ എവിടെ നിൽക്കുന്നു എന്നൊക്കെ നമുക്കറിയാം. അവരുടെ ഉന്നമനത്തിനു വേണ്ടി, അവരെ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടി, അവരെ അർഹിക്കുന്ന അംഗീകാരം നൽകുന്നതിന് വേണ്ടി സംരംഭകർക്കുള്ള ഒരു അവാർഡ് വേണമെന്നുള്ളത് ഞങ്ങളുടെ പ്രിയപ്പെട്ട ചെയർമാൻ്റെ വറ്റാത്ത മനീഷയിൽ ഉടലെടുത്തൊരാശയമായിരുന്നു. ആ ആശയം പ്രാവർത്തികമായതിൻ്റെ 6ാം വർഷമാണ് ഇന്ന് ഇപ്പോൾ ഈ അവാർഡ് ഇവിടെ നൽകുന്നത് എന്ന് പറയട്ടെ. ഇവിടെ എത്തിയ നിങ്ങളെ എല്ലാവരെയും ഹൃദയത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ട് സ്വാഗതം ആശംസിക്കുന്നു. ഈ പരിപാടിയിൽ അധ്യക്ഷത വഹിക്കുകയും അവാർഡുകൾ വിതരണം ചെയ്യുകയും ചെയ്യുന്നത് ഞങ്ങളുടെ പ്രിയപ്പെട്ട ചെയർമാനായിട്ടുള്ള ശ്രീ മമ്മൂട്ടിയാണ്. നിങ്ങളുടെ പ്രിയങ്കരനായ അഭിനേതാവായിട്ടുള്ള മമ്മൂട്ടിയാണ്. ഏറെ സന്തോഷം നൽകുന്ന ഒരു സന്ദർഭത്തിൽ കൂടിയാണ് നമ്മൾ ഇവിടെ ഇപ്പോൾ നിൽക്കുന്നത്. ഇതുവരെ പത്മശ്രീ ഭരത് മമ്മൂട്ടിയായിരുന്ന അദ്ദേഹം ഇന്ന് മുതൽ പത്മഭൂഷൺ ഭരത് മമ്മൂട്ടിയായി മാറിയ ആ സന്തോഷം കൂടെ പങ്കുവയ്ക്കുന്ന ഒരു സന്ദർഭമാണ്. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തെ തേടിയെത്തേണ്ട ഒന്നായിരുന്നു ഈ പത്മഭൂഷൺ എന്ന് നമുക്കൊക്കെ അറിയാം. പല കാരണങ്ങൾ കൊണ്ട് അത് നീണ്ടുപോയതാണ്. പക്ഷേ അത് ഇപ്പോൾ അദ്ദേഹത്തെ തേടിയെത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ഞാൻ സഹർഷം സവിനയം സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ പ്രിയങ്കരനായ വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവാണ്. അദ്ദേഹം ഉടനെ ഈ വേദിയിലേക്ക് എത്തും. അദ്ദേഹത്തെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യട്ടെ. കൈരളി TV-യുടെ ഊർജ്ജസ്വലനായ കർമ്മനിരതനായ MD ഡോക്ടർ ജോൺ ബ്രിട്ടാസ് MP ഈ വേദിയിലുണ്ട്. അദ്ദേഹത്തെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടിയിലേക്ക് കൂടുതൽ വെളിച്ചം വിതറാൻ വേണ്ടി നമ്മുടെ 2 പ്രിയപ്പെട്ട ചലച്ചിത്ര താരങ്ങൾ ഈ വേദിയിലെത്തിയിട്ടുണ്ട്. ശ്രീമതി അപർണ മുരളിയും നിഖില വിമലും. 2 പേരെയും സഹർഷം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൈരളി TV ഡയറക്ടർമാരായ അഡ്വക്കേറ്റ് CK കരുണാകരൻ, VK അഷ്റഫ്, AK മൂസ മാസ്റ്റർ, അഡ്വക്കേറ്റ് MM മോനായി എന്നിവർ ഈ വേദിയിലുണ്ട്. അവരെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യട്ടെ. ഈ അവാർഡുകൾ ഇന്ന് ഇവിടെ നടക്കുന്നത് കൃത്യമായി ഈ അവാർഡുകൾ നിർണ്ണയിക്കുകയും കൃത്യമായ ആളുകളെ കണ്ടെത്തുകയും ചെയ്ത ജൂറി അംഗങ്ങളാണ്. ജൂറി അംഗങ്ങളായ ശ്രീ G വിജയരാഘവനും ശ്രീമതി നിഷ ജോസും ഈ വേദിയിലുണ്ട്. 2 പേരെയും ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു.
എന്നും കൈരളിയോടൊപ്പം നിന്നിട്ടുള്ള ഞങ്ങളുടെ പ്രേക്ഷകർ എന്നും ഈ പരിപാടികളെല്ലാം നിറഞ്ഞ സദസ്സായി മാറ്റാറുണ്ട്. ഇന്നും അത് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഓരോരുത്തരെയും സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തട്ടെ. സ്വാഗതം.